ദൈവിക ശക്തിയുള്ള ഒരു കലയാണ് യക്ഷഗാനം. കുട്ടികളില്ലാത്തവർ, വീട് കെട്ടാൻ സാമർത്ഥ്യമില്ലാത്തവർ, പ്രായമായ മകൾക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്തവരെല്ലാം നേർച്ചയായിട്ടാണ് ചെയ്യുന്നത്. കുറേ വർഷത്തിൽ മുമ്പ് താണ വിഭാഗക്കാർക്ക് യക്ഷഗാനത്തിൽ വേഷം ചെയ്യാൻ അവകാശമില്ലായിരുന്നു. ഇപ്പം ഏറ്റവും കൂടുതൽ ബ്രാഹ്മണ സമുദായം, അത് മുന്നോട്ട് ജാതിയിലുണ്ടായവർ ഏറ്റവും വലിയ കലാവിധന്മാരായിട്ട് യക്ഷഗാനത്തിൽ കാണപ്പെടുന്നു. കലോത്സവത്തിൽ ചേർന്ന ശേഷമാണ് കേരളത്തിൽ പ്രചാരത്തിൽ വരാൻ കാരണം. നമ്മളെപ്പോലത്തെ എത്രയോ കലാകാരന്മാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവകാശമാക്കി തന്നത് അവരാണ്. കടലിരമ്പുന്ന തീരദേശങ്ങളിൽ നിന്നും കുന്നിറങ്ങി വരുന്ന താളപ്പെരുക്കം, കിരീടവും ചമയങ്ങളും അണിഞ്ഞ് പുരാണ കഥകൾ മണ്ണിലിറങ്ങുന്ന വിസ്മയം, അതാണ് യക്ഷഗാനം. കർണാടകയുടെ മണ്ണിൽ പിറന്ന വടക്കൻ മലബാറിന്റെ ഹൃദയമിടിപ്പായി മാറിയ ഈ ദൈവിക കലയ്ക്ക് ഇന്ന് വടക്കൻ കേരളത്തിനപ്പുറത്തും ആരാധകരുണ്ട്. അതിനു പിന്നിൽ മാധവൻ നൈത്തണിക എന്ന വ്യക്തിയുടെ ഒരുപാട് വർഷത്തെ കഠിന പ്രയത്നമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പേര് മാധവൻ നെട്ടണിക. കാസർഗോഡ് വെള്ളൂർ പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത്. യക്ഷഗാനം ജീവിതത്തിൽ ഞാൻ 42 വർഷമായി. 83-82 ഞാൻ യക്ഷഗാനം കലാകേന്ദ്രത്തിൽ യക്ഷഗാനം അഭ്യാസം ചെയ്തത്. പരമ്പരാഗത യക്ഷഗാന കലാകാരനാണ്. എൻ്റെ അച്ഛൻ പഡ്രചന്ദ് യക്ഷഗാനത്തിൻ്റെ വലിയ ആശാനാണ്. മാധവൻ മാഷിന് യക്ഷഗാനം തപസ്സാണ്. മാഷ് ആദ്യമായി ചെയ്യുന്ന വേഷം പെൺവേഷമായിരുന്നു. എന്നാൽ എപ്പോഴും ചെയ്യാൻ ആഗ്രഹമുള്ളതും ഇഷ്ടമുള്ളതുമായ വേഷം അയ്യപ്പ കൃഷ്ണ വേഷങ്ങളാണ്. 42 വർഷം യക്ഷഗാനം ജീവിതമാണ്. യക്ഷഗാന കലോത്സവത്തിൽ 22 വർഷമാണ് കേരളത്തിൽ കുട്ടികൾക്ക് യക്ഷഗാനം പരിശീലനം നടത്തുന്നത്. യക്ഷഗാനം ഒരു കാലത്ത് നാടൻ കലയാണ്. ഇപ്പം അത് ക്ഷേത്രകലയായിട്ട് മാറി. ശിവപുരാണം, വിഷ്ണുപുരാണം, ദേവിപുരാണം, പുരാണ ബന്ധപ്പെട്ട കഥയാണ് യക്ഷഗാനത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ കഥാപാത്രങ്ങൾ ഓരോരോ രീതിയാണ്. ബണ്ണം, രാജവേഷം, പുണ്ടുവേഷം, പെൺബണ്ണം, കാട്ടുബണ്ണം, അങ്ങനെ കഥകളിയിൽ ഉണ്ടായപ്പോൾ തന്നെ ഒരു രീതിയാണ് യക്ഷഗാനത്തിലുള്ളത്. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് എത്ര വർഷം ആരും കണ്ടുപിടിച്ചതില്ല. അപ്പോൾ ഒരു 400 വർഷത്തിന് മുമ്പ് കുമ്പളയിലുള്ള പാർത്ഥിസുബ്ബൻ എന്ന് പറയുന്ന ആളാണ് ഈ യക്ഷഗാനത്തിനൊരു ചിട്ട ഏർപ്പെടുത്തിയത്. അവർ നമ്മുടെ കോട്ടയം ജില്ലയിൽ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. ആ ഗണപതി ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് കഥകളിന് അതിൻ്റെ ചിട്ടെല്ലാം കണ്ടിട്ടാണ് യക്ഷഗാനത്തിനൊരു റൂട്ട് ഉണ്ടാക്കിയത്. അതിനുശേഷം യക്ഷഗാനത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരും അതേപോലെ മുന്നോക്കുണ്ട സമുദായക്കാരും യക്ഷഗാനത്തിൽ വന്നു. കുറേ വർഷത്തിൽ മുമ്പ് താണ വിഭാഗക്കാർക്ക് യക്ഷഗാനത്തിൽ വേഷം ചെയ്യാൻ അവകാശമില്ലായിരുന്നു. ചാലിയ, വാണിയ, യാദവ, മുക്കാരി, ഷെട്ടി ഈ സമുദായക്കാരാണ് കൂടുതൽ യക്ഷഗാനത്തിലുണ്ടായിരുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ ബ്രാഹ്മണ സമുദായം, അത് മുന്നോട്ട് ജാതിയിലുണ്ടായവർ ഏറ്റവും വലിയ കലാവിധന്മാരായിട്ട് യക്ഷഗാനത്തിൽ കാണപ്പെടുന്നു. കാസർഗോഡിന്റെ തനത് കലയായ യക്ഷഗാനത്തെ ഇടുക്കിയിലെയും കൊല്ലത്തെയും മലയോര ഗ്രാമങ്ങളിലെ കുട്ടികളിലേക്ക് എത്തിച്ച മാന്ത്രികനാണ് മാധവൻ മാഷ്. 55കാരനായ ഈ മാഷിന് യക്ഷഗാനം വെറുമൊരു കലയല്ല. കുട്ടികളെ യക്ഷഗാനം പഠിപ്പിക്കുമ്പോൾ ഭാഷയാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് മാഷ് പറയുന്നത്. കന്നഡിയും തുളുവും ചേർന്ന ഈ കലയെ മലയാളം സംസാരിക്കുന്ന കുട്ടികൾക്ക് ഹൃദ്യസ്ഥമാക്കി കൊടുക്കാൻ മാഷ് നടത്തുന്ന പ്രയത്നം സമാനതകളില്ലാത്തതാണ്. ഒരു ദൈവിക ശക്തിയുള്ള ഒരു കലയാണ് യക്ഷഗാനം. അപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ അനുഭവം അത്ര ഇല്ലായിരുന്നു. കലോത്സവത്തിൽ ചേർന്ന ശേഷമാണ് യക്ഷഗാനം ഇത്ര കേരളത്തിൽ പ്രചാരത്തിൽ വരാൻ കാരണം. അപ്പോൾ ഈ കലോത്സവത്തിൽ യക്ഷഗാനം ചേർക്കാൻ പ്രധാന കാരണം ഒരു അബ്ദുൽ കുഞ്ഞ് മാഷും അതേപോലെ തന്നെ ഹരീന്ദ്ര മാഷാണ്. അവരുടെ പ്രയത്നം കൊണ്ടാണ് ഇന്ന് യക്ഷഗാനം ഈ കലോത്സവത്തിൽ വന്നതും നമ്മളെപ്പോലത്തെ എത്രയോ കലാകാരന്മാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവകാശമാക്കി തന്നത് അവരാണ്. അതുകൊണ്ട് ഞാനും എപ്പോഴും പറയുന്ന ഹരീന്ദ്ര മാഷ്, അത് കോഴിക്കോട് ജില്ലയിലെ ഒരു മുസ്ലിംസ് സ്കൂളിൻ്റെ മാഷാണ്. അവരുടെ പ്രയത്നം കൊണ്ടാണ് യക്ഷഗാനം ഇന്ന് കലോത്സവത്തിൽ വന്നത്. തിരൂർ നടന്ന ഒരു കലോത്സവത്തിലാണ് ആ വർഷം ബഹുമാന്യനായ ബേബി
സാറാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുണ്ടായത്. തിരൂരാണ് നടന്നത്. വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ട് വേദിയിൽ അടുത്ത വർഷത്തിന് മുമ്പ് ഇത് മത്സരമാക്കി മാറ്റാം എന്ന് പറഞ്ഞ ശേഷമാണ് ആ സ്കൂളിലെ കുട്ടികളും ഹരീന്ദ്ര മാഷ് എണിച്ച് പോയത്. അപ്പം ഹരീന്ദ്ര മാഷ പ്രയത്നമാണ് ഇതിൽ. അപ്പോൾ അവരെ ഞങ്ങൾ ഇപ്പോഴും ഓർമ്മിക്കുന്നു. കൊറോണയ്ക്ക് മുമ്പ് എൻ്റെ സ്റ്റേറ്റിൽ 11 ടീമുണ്ടായിരുന്നു, സ്റ്റേറ്റിൽ തന്നെ. അതിനുശേഷം ഞാൻ കുറച്ചു. ഇപ്പം 4 ടീമാണ് ഈ വർഷമുള്ള. ഇത് വയനാട്, ഇടുക്കി, അതേപോലെ തന്നെ കോട്ടയം, തിരുവനന്തപുരം. ഇതിൽ കഥകളിയിലുണ്ടായ പോലെ തന്നെ രാജവേഷം, അതേപോലെ കാട്ടുവണ്ണം, താടിവണ്ണം, അങ്ങനെ വേറെ വേറെ പ്രഭേദങ്ങളുണ്ട്. അപ്പോൾ കലോത്സവത്തിൽ 7 വേഷങ്ങളാണ്. ഇത് രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരേണ്ട കലേനെ ഞങ്ങൾ 30 മിനിറ്റിന് ചിട്ടപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലെല്ലാം നമ്മൾക്കിതിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. എന്താണ് യക്ഷഗാനത്തെ ഇത്രയും പ്രിയപ്പെട്ടതാക്കുന്നത്? അതൊരു കേവല പ്രകടനമല്ല, അനുഷ്ഠാന കല കൂടിയാണ്. കർണാടകയിൽ ഇന്നും കുഞ്ഞുങ്ങളുണ്ടാകാനും വിവാഹം നടക്കാനും വഴിപാടായി യക്ഷഗാനം നടത്താറുണ്ട്. വിശ്വാസവും കലയും ഇവിടെ ഒന്നായി മാറുന്നു. ഇതിഹാസങ്ങളിലെ വീര്യവും കരുണയും രൗദ്രവും വേഷപ്പകർച്ചകളായി മാറുന്നു. ഭാഗവതർ പാടുന്ന പാട്ടിനൊപ്പം ഹിമ്മേള എന്നറിയപ്പെടുന്ന വാദ്യസംഘം താളം പിടിക്കുന്നു. അരങ്ങിലാടുന്ന കലാകാരന്മാർ ആ സംഗീതത്തിന് അർത്ഥം നൽകുന്നു. വെറും നൃത്തമല്ല ഇത്, മറിച്ച് സംഭാഷണങ്ങളും നൃത്തവും ഗീതവും ചേർന്നൊരു സമ്പൂർണ്ണ കലയാണ്. രാക്ഷസവേഷം എങ്ങുന്ന സാത്വികമല്ല, താമസ ഗുണത്തിൻ്റെ വേഷമാണ്. അത് ചില വേഷത്തിന് മാത്രമേ അങ്ങനെ ആ കർട്ടന്, അതിന് തെരകലശം എന്നാണ് പറയുന്നത്. തെരകലശം, സഭാകലശം പറയുന്നത് ആ വേഷത്തിന് മാത്രം. പിന്നെ രാമൻ, കൃഷ്ണൻ, ദേവേന്ദ്രൻ, അതിനെല്ലാം ഇത് ഈ തിരകല ക്ലാസ് ഉണ്ട്. കോവിഡ് കാലത്തിന് മുൻപ് വരെ കലോത്സവ വേദികൾ മാഷിന്റെ സാമ്രാജ്യമായിരുന്നു. ഒരു തവണ 14 ടീമുകളെ വരെ അദ്ദേഹം വേദിയിലെത്തിച്ചിട്ടുണ്ട്. വേഷവിധാനമാണ് യക്ഷഗാനത്തിന്റെ ആത്മാവ്. പ്രധാനമായും തടിയിൽ കൊത്തിയെടുത്ത ആഭരണങ്ങളും കടും നിറത്തിലുള്ള പട്ടുതുണികളും ഉപയോഗിച്ചാണ് വേഷങ്ങൾ ഒരുക്കുന്നത്. ഓരോ കഥാപാത്രത്തിൻ്റെയും സ്വഭാവം അവരുടെ വേഷവിധാനത്തിലൂടെയും കിരീടത്തിൻ്റെ ആകൃതിയിലൂടെയും പ്രേക്ഷകർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. നായകന്മാർ സാധാരണയായി മഞ്ഞയോ ഇളം ചുവപ്പോ കലർന്ന വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ രാക്ഷസ കഥാപാത്രങ്ങൾ കൂടുതലും ഭീതി ഉണർത്തുന്ന കറുപ്പും ചുവപ്പും കലർന്ന വേഷങ്ങളാണ് അണിയുന്നത്. കുട്ടികളില്ലാത്തവർ, വീട് കെട്ടാൻ സാമ്പത്തികം ഇല്ലാത്തവർ, ഇപ്പോൾ പ്രായമായ മകൾക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്തവരെല്ലാം വഴിപാടായിട്ടാണ് യക്ഷഗാനത്തിന് ചെയ്യുന്നത്, നേർച്ചയായിട്ടാണ് ചെയ്യുന്നത്. എന്തും ചെയ്യാൻ തീരെ സാമ്പത്തികമായിട്ട് പിന്നോട്ടുണ്ടായവർ ഇങ്ങനത്തെ ക്ഷേത്രത്തിൻ്റെ ഇത്ര പരിപാടി ഞങ്ങൾ കാണാമെന്ന് പറഞ്ഞിട്ട് ബലിപാട് പറയും. 48, 28, 18 അങ്ങനെ നേർച്ച പറഞ്ഞിട്ട് ആ പരിപാടി കാണുന്ന നമ്മളെ നാട്ടിലാണ്. ഞാൻ 12 വയസ്സിലാണ് ശ്രീവേഷമാണ് കിട്ടിയത്. പിന്നെ ഞങ്ങൾക്ക് പാരമ്പര്യം ഉണ്ടായതുകൊണ്ട് അവസാനമായിട്ട് അയ്യപ്പനാണ് ഈ വർഷം. ഇപ്പം ഞാൻ എല്ലാ വേഷങ്ങളും ചെയ്യും, എല്ലാം ഇതിന് അഭ്യാസം ചെയ്തിട്ടുണ്ട്. എൻ്റെ അയ്യപ്പനും കൃഷ്ണനുമാണ്. അതെനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഇതായത് കൊണ്ടാണ്. കഥകളിൽ വൈവിധ്യം കൊണ്ടുവരാൻ മാധവൻ മാഷ് എന്നും ശ്രദ്ധിക്കാറുണ്ട്. ഓരോ ടീമിനും ഓരോ കഥകളും വേഷവിധാനങ്ങളും നൽകുന്നു. രാമനായും കൃഷ്ണനായും ഇന്നും അദ്ദേഹം കർണാടകയിലെ പ്രൊഫഷണൽ സ്റ്റേജുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ശരി, അപ്പം നമസ്കാരം.